ഹായ് ബരീസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ബൈക്കിനകത്ത് സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു എയർ ഫിൽറ്ററാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഇത് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുവാണ്. അങ്ങനെ ഫൈനലി ഈ സാധനം ഇപ്പോഴാണ് കയ്യിലോട്ട് കിട്ടിയത്. അതായത് ഈ ഒരു എയർ ഫിൽറ്റർ, ഇതൊരു പവർ എയർ ഫിൽറ്ററാണ് ബൈക്കിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തിട്ട് ബൈക്കിൻ്റെ പെർഫോമൻസ്, അതുപോലെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ബൈക്കിൽ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഇവിടെ ഞാനൊരു ബ്ലേഡ് എടുത്താണ് ഇത് മുറിക്കാൻ പോകുന്നത്. ഏതൊരു പ്രോഡക്റ്റ് വരുമ്പോഴും നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പം ശ്രദ്ധിച്ച് വേണം ഓപ്പൺ ചെയ്യാൻ. കാരണം ഇതുപോലത്തെയൊക്കെ ബ്ലേഡ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് പിന്നെ ഒരു ബോക്സ് ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് കെയറായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഒറ്റ കൈ വെച്ചാണ് ഇത് മുറിക്കുന്നത്. ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുവാണ്, അപ്പോൾ ഒരു കൈ വെച്ച് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റക്കൈയിലൊക്കെ എടുക്കാൻ ഭയങ്കര പാട്. അപ്പോൾ ഒരു കൈയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് സമ്മതിക്കണം. ഇത് ഫുള്ള് കവർ ചെയ്താണ് ഈ ബോക്സ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് അഴിച്ചു നോക്കാം. ഈ കാട്ടൺ ബോക്സിൻ്റെ ഉള്ളിലും വേറൊരു ബോക്സ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത എയർ ഫിൽറ്റർ. HP-യുടെ എയർ ഫിൽറ്ററാണ്. ഇവിടെ കുറേ സൈസും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വേണ്ട, ഇതാണ് എയർ ഫിൽറ്റർ. റെഡ് കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇത് HP-യുടെ ഹൈ പവർ എയർ ഫിൽറ്ററാണ്. നമ്മൾ നോർമലി ബൈക്കിലൊക്കെ ഇതുപോലത്തെ എയർ ഫിൽറ്ററാണ്, അതായത് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് വെക്കുന്നത്, കുറച്ചും കൂടി ഇൻടേക്ക് എയർ ഫ്ലോ കൂട്ടാൻ വേണ്ടി. അത് പല സൈസിൽ പല ഇതായിട്ട് വരുന്ന എയർ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് ഓരോ അളവ്, അതുപോലെ ഓരോ പെർഫോമൻസ് വരുന്ന എയർ ഫിൽറ്റേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബ്ലൂ കളറാണ് വരുന്നത് ഇതിൻ്റെ ഉണ്ടാക്കിയ ആ ക്യാപ്പിന്. പിന്നെ ഇത് നമുക്ക് ബൈക്കിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ആ ഒരു ഓസ് ക്ലാമ്പ് ഒക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. കണ്ടോ, നല്ല വലുപ്പമുണ്ട്. അതുപോലെ ഇത് ബ്ലൂ കളറല്ല, ഇതിൻ്റെ മണ്ടയ്ക്കൊരു കോട്ടിങ് വരുന്നതാണ്. കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്. ആ ഒരു കോട്ടിങ്ങാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് വേണേൽ ഇളക്കി കളയുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റീൽ കളറ് വരും. അതുപോലെ ഈ എയർ ഫിൽറ്ററിനകത്തോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഈ ഒരു റബ്ബർ വരുന്നുണ്ടോ, ഈ റൗണ്ടിൽ വരുന്ന ബൈക്കിൻ്റെ കാർബറേറ്ററിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്ത്, ആ ഒരു വെഞ്ചറിലോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓരോരോ സൈസ് വന്നിട്ടുണ്ട്. ഇതിപ്പം 42-ൻ്റെയാണ് വന്നേക്കുന്നത്. ഉള്ളി വന്നേക്കുന്നത് 35-ൻ്റെ. ഇത് നമുക്ക് സെപ്പറേറ്റ് വേണ്ടേ ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് 35 വേണ്ട, 43 മതിയെങ്കിൽ ഈ നടുക്കത് നമുക്ക് ഈസി ആയിട്ടാണ് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ജസ്റ്റ് ഒന്ന് തെള്ളിയാൽ മതി.
അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സീറ്റ് ചെയ്ത് വെക്കാനും പറ്റും. ഈ ഒരു പവർ ഫിൽറ്റർ നമുക്ക് ബൈക്കിനകത്ത് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം, അതിൻ്റെ ഒരു പെർഫോമൻസും ആ ഒരു സൗണ്ടിങ്ങും ഒക്കെ. അങ്ങനെ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ബോക്സ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സ്ക്രൂവും കൂടി ഉള്ളു, അതും കൂടി അഴിക്കാം. ഇവിടെ ഞാൻ പൊടി കയറാതിരിക്കാൻ വേണ്ടി തുണി കെട്ടി വെച്ചേക്കുക. ഇനി ആ തുണി നമുക്ക് അഴിച്ച് കളയണം. ഭയങ്കര മഴ വരുന്നുണ്ട്, മഴ ഇങ്ങനെ എരച്ച് വരുന്ന സൗണ്ട് കേൾക്കുന്നു. ഇനി ഇതിൽ വാഷർ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കണം, അത് ഏതാ ചേരുന്നതെന്ന്. അത് ചേർത്തില്ല, അപ്പോൾ 42, 35 പറ്റത്തില്ല, 35 പറ്റത്തില്ല, 42 പറ്റത്തുള്ളൂ. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് കയറണമെങ്കിൽ കറക്റ്റ് കയറണമെങ്കിൽ ഇവിടെ തട്ട് വേണം. അതായത് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് തട്ടുന്നുണ്ട്. ഇതിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യണം, അല്ലാതെ ഇച്ചിരി കയറാൻ പാടാണ്. അപ്പം ഇങ്ങനെ വെച്ച് കയറി കിടക്കുമായിരിക്കും, നോക്കണം. നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ടി വരും. അതിന് ഇത് നമുക്ക് കയറ്റിയിടാം. ഓക്കെ, കയറ്റിയിട്ടിട്ടുണ്ട്. ഓക്കെ, സീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അവിടെ സെറ്റ് ചെയ്ത് അത് ഇതിനകത്ത് സെറ്റ് ചെയ്യാം, റിങ്ങിട്ട് മുറുക്കണം. അതോ അത് കണ്ട് ഇതിനകത്ത് ഇടുന്നുണ്ടോ വാഷർ? ആ, ഇതിനകത്ത് കണ്ട് ഇവിടെ ഇയാൾക്ക് ഓരോരോ സംശയങ്ങളാണല്ലേ. ഇത് ഇതിൻ്റെ ഉള്ളിലിടും. അതേലത്തെ ഒരെണ്ണം ഇട്ടേപ്പുണ്ട്. ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടുന്നേ, മനസ്സിലായേ? ഒരെണ്ണം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. ഇത് പിടിച്ചോ, അതും പിടിച്ചോ. പെട്രോൾ ഓണാക്കില്ല, അതുകൊണ്ടാണ് തോന്നുന്നു. അതോ ഇനി ആ എയർ വലിക്കുന്നില്ലയോ എന്നും അറിയത്തില്ല. അതിനകത്ത് വലിയ കാർബറേറ്റർ വെച്ചേക്കുന്നുണ്ട്, നല്ല പോലെ എയർ വലിക്കണം, എന്നാലേ എടുക്കത്തുള്ളൂ.
ഏതാ? അല്ല അല്ല, അത് വേറെ സാധനം, അത് മേടിച്ചു, അത് കണ്ടിത്. ആ ചെറിയൊരു പ്രശ്നമുണ്ട്, അതായത് അതിൻ്റെ ഹോളുണ്ട്, ഇതിൻ്റെ നടുക്കത്തെ ഹോള് കുറച്ച് ചെറുതാണ്. അപ്പോൾ നമുക്കത് ഇച്ചിരി വലുതാക്കണം, എന്നാലേ നമുക്കത് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അത് ഇത് ഇളക്കിയെടുത്തിട്ട് ആ ഒരു ഹോള് കുറച്ചും കൂടി വലുതാക്കിയിട്ട് അതിന് ശേഷം എന്താ പറയുന്നത്, ഈ ഒരു റിങ് ഇതിനകത്തിട്ട് മുറുക്കാം. ഫൈനലി നമ്മൾ പവർ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് എല്ലാം. നമ്മൾ കറക്റ്റ് സീറ്റിങ്ങിലാക്കി കറക്റ്റ് എയർ ഫ്ലോ ആക്കിയിട്ടുണ്ട്. അതാണ്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ട്യൂബ് ഞാൻ ജസ്റ്റ് ഈ ഒരു പഞ്ഞ് വെച്ച് ഫിൽറ്റർ പോലെ ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെയും എയർ പിടിക്കും. ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നതാണ് മറ്റേ ബോക്സിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ആ ബോക്സ് നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ഫിൽറ്റർ വരുന്നതാണ്. അപ്പോൾ അതിന് പകരമാണ് ഞാൻ ജസ്റ്റ് ഇത് വെച്ച് ടൈ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.